ഒരു മാസം കൊണ്ട് ആ കുഞ്ഞിനെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേൾക്കുമ്പോൾ അത്രയും സ്ഥലം ആ ശരീരത്തിലുണ്ടോ? പിന്നെ കേട്ടു മലവിസർജനം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പഴുത്തിരിക്കുന്നു, മൂത്രമൊഴിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു. ഈ രൂപത്തിൽ ഒരു കുഞ്ഞിനെ തൻ്റേതല്ല എന്നുള്ളതുകൊണ്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കണ്ടിരിക്കാൻ എങ്ങനെയാണ് ആ അമ്മ പ്രസവിച്ച നൊന്തുപെറ്റ അമ്മക്ക് സാധിച്ചത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി, അതോടൊപ്പം തന്നെ മുൻ MP സുജാത മാമാണ്. ഇവരൊക്കെ ഈ ആമിനെ കാണാനായി എത്തിയതാണ്. ആമിനെ കാണുന്നതിന് മുന്നേ ഒരു കാര്യമുള്ളത്, ശരിക്കും 1.5 വയസ്സുള്ളൊരു കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആമിന എന്ന് പറയുന്ന കുട്ടി ശരിക്കും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഇത്രയും ക്രൂരത ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പ്രത്യേകിച്ചും 1.5 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്. ആ പിഞ്ചു കുഞ്ഞിനെ ഏതെല്ലാം വിധത്തിലാണ് പീഡിപ്പിച്ചത് എന്നത് നമുക്കിപ്പം വാക്കുകൾ കൊണ്ട് പറയാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ മുഴുവൻ സ്റ്റോറി ആ പെൺകുട്ടി എന്നാലും പറയാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ റീന എല്ലാം വിശദീകരിച്ച് ഞങ്ങളോട് പറഞ്ഞു. ഓരോന്നോരോന്നായി പറയുമ്പം കരയായിരുന്നു അവർ. വളരെയേറെ വിഷമം തോന്നിപ്പോയി. കാരണം ഇങ്ങനെയും സംഭവിക്കുമോ? ഒരു കുഞ്ഞിനോട് വായ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത, പ്രതികരിക്കാൻ പറ്റാത്ത 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ അടിയിൽ ഓരോ പ്രാവശ്യവും പല സ്ഥലങ്ങളിലായിട്ട് ഈ സിഗർ ലൈറ്റർ കൊണ്ട് കത്തിച്ചതും അത് പൊള്ളി വന്നതും ഇതൊക്കെ അവിടെ ഒരു അപ്പു എന്ന് പറയുന്ന, എപ്പോഴും ഈ ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന അപ്പു കണ്ടിട്ട് പറഞ്ഞു. ഞങ്ങളൊന്നിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ മുൻ പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ യഥാർത്ഥത്തിൽ നമ്മളെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മമ്മയില്ലേ എന്നൊക്കെ വിചാരിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലായത്. ഒരു 6 പരാതിയെങ്കിലും ആദ്യം പാലോട് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിൽ, പിന്നീട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ. ഈ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഓരോ തവണ പോകുമ്പോഴും ഇവരെ വളരെ എനിക്ക് തോന്നുന്നത് വളരെ പാവപ്പെട്ട പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. ഇവർ പറയുന്ന ഒന്നും ആ പോലീസുകാർ കേട്ടില്ല. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പോവുകയാണ്, എങ്ങനെയെങ്കിലും ഞാൻ വളർത്തിയ കുട്ടിയാണ്, അവരിപ്പോൾ തിരിച്ചു കൊണ്ടുപോയി, അവൻ വല്ലാണ്ട് ദ്രോഹിക്കുന്നില്ലെന്ന് അയൽവക്കക്കാർ പറയുന്നു, ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അതും അവർ കൊടുത്തില്ല. ഈ പിഞ്ചു കുഞ്ഞിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അത് ആത്മഹത്യ ചെയ്ത അയാളുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരും വേറെയില്ല, ഞാനും ഭാര്യ ഇവിടെയുണ്ട്, ഞാൻ നോക്കിക്കോളാം, ഞങ്ങൾക്ക് തന്നെ സാമാന്യം ജീവിക്കാനുള്ള വകയുണ്ട്, പക്ഷെ കൊടുത്തില്ല. ഒരു മാസം കൊണ്ട് ആ കുഞ്ഞിനെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേൾക്കുമ്പോൾ അത്രയും സ്ഥലം ആ ശരീരത്തിലുണ്ടോ? ഈ 95 മുറിവ് ഓരോ സ്ഥലത്തായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുമ്പോൾ അത്രയും സ്ഥലം എവിടെയാണ് ആ കുഞ്ഞിനുള്ളതെന്ന്, എങ്ങനെയാണ് ആ കുഞ്ഞ് ജീവിച്ചത്, ആ കുഞ്ഞ് എങ്ങനെയാണ് ഉറങ്ങിയത്? പിന്നെ കേട്ടു മലവിസർജനം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പഴുത്തിരിക്കുന്നു, മൂത്രമൊഴിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കേരളത്തിൽ ഒരു അമ്മ പ്രസവിച്ച ഒരു വൃത്തികെട്ട ഒരു മൃഗം ഈ രൂപത്തിൽ ഒരു കുഞ്ഞിനെ തൻ്റേതല്ല എന്നുള്ളതുകൊണ്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കണ്ടിരിക്കാൻ എങ്ങനെയാണ് ആ അമ്മ പ്രസവിച്ച നൊന്തുപെറ്റ അമ്മക്ക് സാധിച്ചത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയോ ഇതിനെല്ലാം സമ്മതം മൂളുകയോ മൗനം ദീക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊലക്കുറ്റത്തിനേക്കാളും വലിയ കുറ്റമല്ലേ അത്? എങ്ങനെ ഇത് സാധിച്ചു?